ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു റാങ്ക് എക്സൽ PSC. 10th പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള SCRT മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7th സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 4 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ B.R. അംബേദ്കർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, VD സവർക്കർ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡോക്ടർ APJ അബ്ദുൽ കലാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെ സോഷ്യൽ സയൻസിൽ പൊതുവെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? സാമൂഹിക സമത്വം, പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം, സാമൂഹിക പരിവർത്തനം, നഗരവൽക്കരണം. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം. ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ എന്നിവ ഏതവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? സാമൂഹിക നീതി, വികേന്ദ്രീകരണം, ജനാധിപത്യം, അനീതി. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അനീതി. അരികുവൽക്കരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണിത്. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമാണ്. മുൻവിധികളോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒഴിവാക്കുന്നത് നീതിയുക്തമായ നടപടിയാണ്. ഇതില് ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ പാർശ്വവൽക്കരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ജാതിയും മതവും തിരിച്ചുള്ള മുൻവിധികൾ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയും വിഭവങ്ങളുടെ അസമത്വവും, പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും പലായനങ്ങളും. ഇതില് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ശ്രീനാരായണ ഗുരു. ദളിത് പെൺകുട്ടിയായ പഞ്ചമിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രപ്രസിദ്ധമായ ഊരൂട്ടമ്പലം സമരം നയിച്ചത് ആരാണ്? മഹാത്മാ ജ്യോതിറാവു ഫൂലെ, പൊയ്കയിൽ യോഹന്നാൻ, മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, മഹാത്മാ അയ്യങ്കാളി. അടുത്തിടെ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്ത വിദ്യാലയം ഏതാണ്? വെങ്ങാനൂർ ഗവൺമെന്റ് UP സ്കൂൾ, ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ, തിരുവനന്തപുരം മോഡൽ സ്കൂൾ, പള്ളിക്കൂടം UP സ്കൂൾ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ. സ്ത്രീകളുടെയും ദളിതരുടെയും വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ജ്യോതിറാവു ഫൂലെ, പെരിയാർ EV രാമസ്വാമി നായ്ക്ക്, BR അംബേദ്കർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ജ്യോതിറാവു ഫൂലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാന അധ്യാപികയായി അറിയപ്പെടുന്നത് ആരാണ്? സാവിത്രിബായി ഫൂലെ, ആനി ബസന്റ്, സരോജിനി നായിഡു, സിസ്റ്റർ നിവേദിത. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സാവിത്രിബായി ഫൂലെ. സാവിത്രിബായി ഫൂലെയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട സർവകലാശാല ഏത്? മുഹമ്മദൻ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പൂനെ യൂണിവേഴ്സിറ്റി, സമ്പ്രദായിക വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, പൂനെ യൂണിവേഴ്സിറ്റി. തമിഴ്നാട്ടിൽ ബ്രാഹ്മണാധിപത്യത്തിനെതിരെയും ജാതി വിവേചനങ്ങൾക്കെതിരെയും സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? CN അണ്ണാദുരൈ, K കാമരാജ്, പെരിയാർ EV രാമസ്വാമി നായ്ക്ക്, M കരുണാനിധി. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പെരിയാർ EV രാമസ്വാമി നായ്ക്ക്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കോഡ് തിരഞ്ഞെടുക്കാം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഉന്നമനം സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നേതാക്കളാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും.
കുര്യാക്കോസ് ഏലിയസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്ക അബ്ദുൾ ഖാദർ മൗലവി എന്നിവരും കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചോദനം നൽകിയവരാണ്. പൊയ്കൈ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നിവർ അരികുവൽക്കരണത്തിനെതിരെ പോരാടിയ കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ഇതിൽ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജ്യോതിറാവു ഫൂലെയെയും സാവിത്രിബായ് ഫൂലെയെയും കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കാൻ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി ഇന്ത്യയിൽ ആദ്യമായി രാത്രികാല വിദ്യാലയങ്ങൾ ആരംഭിച്ചത് സാവിത്രിബായ് ഫൂലെയാണ്. സാവിത്രിബായ് ഫൂലെ തമിഴ്നാട്ടിലെ സാമൂഹിക വിവേചനങ്ങൾക്കെതിരെയാണ് പ്രധാനമായും പോരാടിയത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അരികുവൽക്കരണത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വഴി അരികുവൽക്കരണം സംഭവിക്കാം. യുദ്ധം, ആഭ്യന്തര കലഹങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത കാരണങ്ങളാലും ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടാം. ജാതി, ഗോത്രം, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ബോധപൂർവം മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതും ഇതിന് കാരണമാണ്. ഇതില് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗോത്ര ജനതയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന വിഭാഗങ്ങളാണിവർ. തനതായ ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും ഇവർ പിന്തുടരുന്നു. ആധുനിക സമൂഹത്തിൽ ഇവർ ഒട്ടും തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടുന്നില്ല. ഇതിൽ ഓപ്ഷൻ ഡി 3 പ്രസ്താവനകളും ശരിയാണ്. നവോത്ഥാന നായകരെയും അവരുടെ പ്രവർത്തന മേഖലകളെയും ശരിയായി ജോഡി ചേർക്കുക. പെരിയാർ EV രാമസ്വാമി, മഹാത്മാ അയ്യങ്കാളി, സാവിത്രിബായ് ഫൂലെ. ഊരൂട്ടമ്പലം സമരം, സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ബോധവൽക്കരണം, ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാന അധ്യാപിക. അപ്പൊ ഇതില് പെരിയാർ EV രാമസ്വാമി നായിക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് ബോധവൽക്കരണം നൽകി. മഹാത്മാ അയ്യങ്കാളി ഊരൂട്ടമ്പലം സമരം. സാവിത്രിബായ് ഫൂലെ ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാന അധ്യാപിക. അപ്പൊ ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഗോത്രവർഗക്കാരുടെ തനത് ജീവിത രീതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഗോത്രവർഗക്കാരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്ത നരവംശ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ A അയ്യപ്പൻ, വെറിയർ എൽവിൻ, ശരത് ചന്ദ്ര റോയ്, LK അനന്തകൃഷ്ണ അയ്യർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, വെറിയർ എൽവിൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റൈമണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണം പൂർത്തിയാക്കിയ കേരളീയനായ പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ A അയ്യപ്പൻ, KP ചതോപാധ്യായ, MN ശ്രീനിവാസ്, ഇരാവതി കാർവേ. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഡോക്ടർ A അയ്യപ്പൻ. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 ജനിക്കുകയും കേരളത്തിലെ ഇരവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് സമഗ്ര പഠനം നടത്തുകയും ചെയ്ത വ്യക്തി? ഓപ്ഷൻ ബി ഡോക്ടർ A അയ്യപ്പൻ. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ നഞ്ചിയമ്മ ഏത് ജില്ലയിലെ ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ ബി പാലക്കാട് അട്ടപ്പാടി ഇരുള വിഭാഗം. കളഗാത്ത സന്തനമേറെ വെഗുവോഗ പൂത്തിരിക്കോ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗോത്രഗാനം ആലപിച്ചതാര്? ഇതില് ഓപ്ഷൻ എ നഞ്ചിയമ്മ. താഴെ പറയുന്നവയിൽ ഗോത്ര ജനത നിർമ്മിച്ച് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചെണ്ട. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന അനുഭവക്കുറിപ്പ് ആരുടേതാണ്? ഓപ്ഷൻ ബി നിലമ്പൂർ ആയിഷ. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച 19ാം നൂറ്റാണ്ടിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായ്. ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്ന് MBBS പ്രവേശനം നേടാൻ കഴിയാതെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്ത കേരളത്തിലെ ആദ്യ വനിതാ സർജൻ ആര്? ഓപ്ഷൻ എ ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ പുന്നൻ ലൂക്കോസ്.
ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായ 1977 പത്മശ്രീ ലഭിച്ച തലശ്ശേരിയിൽ ജനിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞ ആര്? ഇതില് ഓപ്ഷൻ എ ഇ കെ ജാനകി അമ്മാൾ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്? ട്രാൻസ് പുരുഷൻ, ട്രാൻസ് സ്ത്രീ, ജന്മസമയത്ത് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തികൾ. മുകളിൽ പറഞ്ഞവരെല്ലാം. ഇപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇ കെ ജാനകി അമ്മാളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിഖ്യാത സസ്യശാസ്ത്രജ്ഞയാണവർ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ഉയർന്ന ഗവേഷണ ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇവർ. ഇതിൽ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം.